വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കോൺഗ്രസിൽ ഉടലെടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അനാവശ്യമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. സണ്ണി ജോസഫ് MLA അല്ലാത്തയാൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് സണ്ണി ജോസഫ് 24 പറഞ്ഞു. കേരളമാകെ UDF നല്ല റിസൾട്ട് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കും. അത്രയ്ക്ക് അനുകൂല അന്തരീക്ഷം ജനങ്ങളെ സർക്കാരിനെ നന്നായിട്ട് വിലയിരുത്തി. അവർ MP വന്ന് മുഖ്യമന്ത്രിയാവുന്നു, അതിൽ എന്തെങ്കിലും എതിർപ്പ് വരാൻ സാധിക്കും? അതൊന്നും നമ്മൾ അതിലേക്കൊന്നും വരില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം എല്ലാവരും തീരുമാനം വന്നാൽ വരുമോ എന്ന് എനിക്ക് പറയാൻ കഴിയും. മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ നേതാക്കൾ ധാരാളം കോൺഗ്രസിലുണ്ടെന്ന് മുതിർന്ന നേതാവ് K. ബാബു 24 പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF വരണം എന്നാണ്. അപ്പോൾ കേരളത്തിൽ ഭരണം മാറണം എന്നാഗ്രഹിച്ച് വോട്ട് ചെയ്ത കേരളത്തിലെ ജനങ്ങൾക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർക്കും ഇത്തരം ഒരു തർക്കത്തിനൊന്നും പോകുന്നതിനകത്ത് ഒരു താല്പര്യമില്ല. അത് ജനങ്ങൾക്ക് അങ്ങേയറ്റം നിരാശയും പ്രവർത്തകർക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത്തരം തർക്കങ്ങൾ അന്തരീക്ഷത്തിൽ അത്തരം വാർത്തകൾ ഉണ്ടാക്കുന്നതും ആശാസ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന നിരീക്ഷകർ MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്നും AP അനിൽകുമാർ 24 പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ 24 ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എൻ്റെ ആവേശവും ഒക്കെ കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇപ്പോൾ UDF-ന്റെ ഒരു പ്രതീക്ഷ വിലയിരുത്തൽ? നേരത്തെ പറഞ്ഞ 100-ലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഭരണമാറ്റം എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതിന് അത്ര വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതു സമൂഹം ഉൾപ്പെടെ ആ ഒരു മാറ്റം ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. 16 സീറ്റിലും വിജയിച്ച് കയറുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? 16 സീറ്റിലും വിജയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? വണ്ടൂരിലെ സാഹചര്യം എന്താ? വണ്ടൂരിലെ സാഹചര്യം, ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 5 തവണ മത്സരിച്ചു, 6ാം തവണയാണ്. ഞാൻ പറയാം, ഇതുപോലെ എനിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്രയും പോസിറ്റീവായിട്ട് ആളുകൾ ഉള്ള പ്രതികരണം എനിക്ക് മുമ്പുണ്ടായിട്ടില്ല. നല്ല ഭൂരിപക്ഷം വണ്ടൂരിൽ ലഭിക്കും. ഭരണം ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിൽ UDF-ന്റെ ചില നേതാക്കളൊക്കെ നടത്തുന്ന പരാമർശങ്ങളുണ്ട്. എറണാകുളം DCC പ്രസിഡന്റൊക്കെ നടത്തിയിരുന്നു. എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി വരണം എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ നടത്തേണ്ടതുണ്ടോ? അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനായോ? അത് നിങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റും. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല. തർക്കങ്ങളില്ലാത്ത തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരായിരിക്കും. നിരീക്ഷകർ വന്ന് MLA-മാരെ കാണും. MLA-മാരുടെ അഭിപ്രായം എടുക്കും. മറ്റു നേതാക്കളുമായി ചർച്ച ചെയ്യും. അവർ ഡൽഹിയിലെത്തിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ, ആരാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരാണോ മുഖ്യമന്ത്രി മത്സരിക്കുന്നത്, അവർ പ്രഖ്യാപിക്കും. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോഴേ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവയ്ക്കേണ്ട ഒരാവശ്യവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ റോൾ എന്തായിരിക്കും? അവർ പല മണ്ഡലങ്ങളെയും ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. നേരത്തെക്കാട്ടിൽ കൂടുതൽ സാധ്യതയുണ്ടെന്ന് കൽപ്പിക്കപ്പെടുന്നു. ചില മണ്ഡലങ്ങളുടെ പേര് അവർ പറയുന്നുമുണ്ട്. അവർ ഒന്നിലധികം സീറ്റുകളൊക്കെ ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റും BJP ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF വരരുത്. അപ്പോൾ അവിടെ ഒരു മേജർ റോൾ എന്താ? CPM-നെ സഹായിക്കുകയാണ്. ആ ഒരു റോളാണ് BJP എടുക്കുന്നത്. അപ്പോൾ LDF എന്തുകൊണ്ടായിരിക്കും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക? അതിനുള്ളൊരു കാരണം എന്താണ് UDF വിലയിരുത്തുന്നത്? അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് പല ഘടകം എന്ന് പറയുന്നത്, ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളൊരു വലിയ വികാരമുണ്ട്. ഏറ്റവും വലിയ തിരിച്ചടി പിണറായി തന്നെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നു എന്ന ഭയപ്പാടാണ് എല്ലാവരും സംബന്ധിച്ചത്. പാർട്ടിക്കകത്ത് പോലും ഇനി മുഖ്യമന്ത്രി ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ തകർച്ചയാകും എന്നുള്ളതുകൊണ്ട് CPM അണികളിൽ പോലും മറിച്ച് UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന അന്തരീക്ഷമുണ്ട്. എന്തായാലും കംഫർട്ടബിൾ മെജോറിറ്റിയിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് AP അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി പദവി അല്ലെങ്കിൽ മന്ത്രി പദവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹൈക്കമാൻഡായിരിക്കും തീരുമാനമെടുക്കുക. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായിരുന്നു. വിപിൻ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാട് 100-ലധികം സീറ്റുകൾ എന്നുള്ള വലിയ കോൺഫറൻസ് VD സതീശൻ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ കോൺഗ്രസ് നേതാക്കളും വെച്ച് പുലർത്തുന്നുണ്ട്. കോൺഗ്രസ് അണികളും ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പക്ഷേ നേരത്തെ ഈ അനിൽകുമാർ പറഞ്ഞതുപോലെ BJP ജയിക്കുമെന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ജയിക്കുമെന്ന് കരുതാത്ത മണ്ഡലങ്ങളിൽ 2020 സ്ഥാനാർത്ഥി നിർത്തിയ മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി എന്നത് ഇപ്പോഴും വ്യക്തമല്ല. SDP LDF-ന് വേണ്ടി വലിയ തോതിൽ വീട് കയറി പ്രചരണം നടത്തിയെന്നൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് പല ആളുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുടെ SDP ഇമ്പാക്റ്റ് എന്താണെന്ന കാര്യം നമുക്കിപ്പോഴും വ്യക്തതയില്ല.
അങ്ങനെ ഈ പോളിംഗ് ശതമാനം വെച്ച് നോക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു തരംഗം പ്രവചിക്കാൻ കഴിയാത്തവണ്ണം കാര്യങ്ങൾ നിൽക്കുമ്പോൾ കോൺഗ്രസ് പക്ഷേ മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് മൂക്കുകുത്തി വീഴുകയാണോ വിപിൻ? ആഷ്മി, അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാബു പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഭരണം കിട്ടിയാലും കോൺഗ്രസിനകത്തെ തമ്മിലടി തീരില്ല എന്നുള്ളതാണ് ജനങ്ങൾക്ക് തങ്ങളെക്കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള ചിന്ത. അപ്പോൾ അത് മാറണം എന്നുള്ളത് തന്നെയാണ്. അത് അക്ഷരം പ്രതി ശരിവെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് കഴിയുന്നു, ഒരു വിജയ പ്രതീക്ഷയിലേക്ക് UDF എത്തിയപ്പോൾ തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച കൂടി തുടങ്ങുകയാണ്. എറണാകുളത്തെ DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ്, അദ്ദേഹം കൊച്ചിയിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും VD സതീശനാണ്. അദ്ദേഹം VD സതീശൻ്റെ ഒരു അനുഭാവിയായിട്ട് തന്നെയാണ്, അനുയായിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന്, ആലപ്പുഴയിലേക്ക് പോവുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് രമേശ് ചെന്നിത്തലയുടെ പേരാവുന്നു. MLA അല്ലാത്തൊരാൾ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫ് KC വേണുഗോപാലിനെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കരുതാം. ഇത്തരത്തിൽ എല്ലാവരുടെയും പേരുകൾ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ചിത്രം. പക്ഷേ പൊതുവെ ഇപ്പോഴങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകണ്ട എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കൾ പറയുന്നത്. പക്ഷേ ഓരോ നേതാക്കളും അവരുടെ അനുയായികൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അനുഭാവികളെ വെച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ അവർ ഒരു ലീഡറാണ്, അല്ലെങ്കിൽ അവരാണ് വരാൻ ഏറ്റവും യോഗ്യൻ എന്നുള്ള രീതിക്കുള്ള ഒരു PR വർക്കൊക്കെ ഈ ഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കെ ബാബു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇതൊരു ആശ്വാസകരമായിട്ടുള്ള രീതിയല്ല. ഇവിടെ ഒരു ഈ കോൺഗ്രസിൽ നേതാക്കളെ തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു നടപ്പ് രീതിയുണ്ട് എന്നുള്ളതാണ് കെ ബാബു ഉൾപ്പെടെ പറയുന്നത്. ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളതാണ്. ആ നിലപാടാണ് കൂടുതലായിട്ടും ഇപ്പോൾ അതിനാണ് കുറച്ചുകൂടി ഒരു സ്ഥാനം ഒക്കെ ലഭിക്കുന്നത് കോൺഗ്രസിനകത്ത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ചർച്ചകൾക്ക് യാതൊരു കുറവുമില്ല. ഓരോ നേതാക്കളും അവരുടെ അനുയായികളൊക്കെ ആയിട്ട് ഈ രീതിക്ക് യോഗങ്ങൾ ചേരുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമാക്കുകയും ചെയ്യുന്നുണ്ട്. വിജയിക്കും എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തി എന്നുള്ളത് കണക്ക് പോകുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ചർച്ച വരും ദിവസങ്ങളിലും ചൂട് പിടിക്കും എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ആഷ്മി, വിജയൻ, പലവിധ ഘടകങ്ങൾ, ഫാക്ടറുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, അതിൻ്റെ അതേ പാറ്റേണിലുള്ള ഈ പറഞ്ഞ വോട്ടിംഗ് ശതമാനം ഒക്കെ കണക്കാക്കിക്കൊണ്ട് അധികാരത്തിലേക്ക് എത്തുമെന്ന് എന്തായാലും UDF വലിയ കോൺഫിഡൻസോടെ പറയുന്നു. അതിൻ്റെ പിന്നാലെ അധികാരത്തിലേക്ക് എത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകൾ, 2 3 മുഖ്യമന്ത്രി പദവിയിലേക്ക് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിലുള്ള ചർച്ചകളൊക്കെ തുടങ്ങുകയാണ്. പക്ഷേ അത് ഏത് അളവിൽ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.